നാളെ ഡൽഹിയിൽ ചർച്ചയാണ്. KPCC പ്രസിഡന്റിന് മാറ്റമുണ്ടാവും, സുധാകരൻ്റെ കസേര തെറിക്കും, പകരം ആ സ്ഥാനത്തേക്ക് ആര് വരാൻ സാധ്യതയുണ്ട്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അതിപ്പം നമ്മളതിൽ പ്രത്യേകിച്ച് അഭിപ്രായം കാര്യമില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. കാരണം അവരുടെ ഇന്ത്യയുടെ മാറ്റമാണ്. പലപ്പോഴും ഇങ്ങനെ ന്യൂസ് വന്നിരുന്നു, പത്രങ്ങൾ പലപ്പോഴും ന്യൂസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇടയ്ക്ക് സുരേഷ് ഗോപി BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവും, സുരേന്ദ്രനെ മാറ്റുന്നു വന്ന് ലോക്സഭാ ഇലക്ഷന് മുമ്പേ ഒരു വലിയൊരു ചർച്ച വന്നു. അപ്പോൾ ആ ചർച്ചയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്ന് എന്നോടൊന്ന് ഒതൻറ്റിക്കായ ഇൻഫർമേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒതൻറ്റിക്കായ ഇൻഫർമേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കും. അപ്പം ഏഷ്യാനെറ്റ് ആണെങ്കിൽ അവർ വളരെ കൃത്യമായി നമ്മളോട് പറയും, ഇത് നമുക്ക് വ്യക്തതയൊന്നുമില്ല, ഇതാണ് വിഷയം, നിങ്ങൾ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇൻഫർമേഷൻ വേറെ ഞാനായിരുന്നു ഒതൻറ്റിക്കാന്നാവും. അപ്പം നമ്മൾ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞാൽ മുരളി തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. മാങ്ങാണെങ്കിൽ സുരേഷ് ഗോപിക്ക് അത് സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് വെച്ചാൽ കുറച്ച് പാർട്ടി പരിചയവും പാർട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കണം. അദ്ദേഹം ഇപ്പോഴൊരു സെലിബ്രിറ്റി ആണല്ലോ, മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളെന്ന് പണിയൊക്കെ കിട്ടാൻ സാധ്യതയാണ്. അപ്പം മുരളി തന്നെ ആയിരിക്കും നല്ലതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതുവരെ സുരേന്ദ്രനെ മാറ്റിയിട്ടില്ല. മാറ്റുകയാണെങ്കിൽ അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ പ്രസിഡന്റ് സ്ഥാനത്തെ പറ്റി നമ്മുടെ അഭിപ്രായം പറയുന്നതില്ല. ഇങ്ങനെ ഒരു പ്രോബ്ലം അതിന് ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇന്ത്യയുടെ മാറ്റമാണ്. അപ്പോൾ അന്ന് ആ ചാനലുകാരെയും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നോർത്ത് നിന്നുള്ള ഒരു ലോബി പറയുന്നു സുരേന്ദ്രൻ കണ്ടിന്യൂ ചെയ്യുന്നു, സൗത്തുള്ള ലോബി പറയുന്നു സുരേന്ദ്രൻ മാറുന്നു. ഏതായാലും എന്തോ ഒരു ചർച്ചാ സമയത്ത് നടന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. സുരേന്ദ്രൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ദാറ്റ് മീൻസ് നല്ല പിന്തുണ സെൻട്രൽ ലീഡർഷിപ്പ് അതെ സുരേന്ദ്രന് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൽ വലിയ വിശ്വാസമുണ്ട്. അതെ. അതേപോലെ തന്നെയാണ് സുധാകരനെ മാറ്റുന്നു പലതവണ പറയുന്നു. സുധാകരനെ മാറ്റുന്നതിന് വിഘാതമായിട്ട് രണ്ട് ഘടകങ്ങളാണ് എനിക്ക് തോന്നുന്നു. ഒന്ന്, സുധാകരൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. രണ്ട്, കേരളത്തിൽ ഇപ്പോഴും കോൺഗ്രസ്സിൽ ക്രെഡിബിലിറ്റി ഉള്ള നാലാൾ വിശ്വാസത്തിലെടുക്കുന്ന നേതാവാണ് സുധാകരൻ. അതെ. അപ്പോൾ സുധാകരനെ കിട്ടിയ BJP വളരെ ഹാപ്പി ആയിരിക്കും. സുധാകരനാണെങ്കിൽ BJP ആയിട്ടുള്ള ബന്ധം അദ്ദേഹം തോന്നുന്നു. ബന്ധമല്ല, കണ്ണൂരെ പ്രത്യേക സാഹചര്യം, അക്രമ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യത്തിൽ മറ്റൊരു വഴിയില്ല അവിടെ. എനിക്കവിടെ കോൺഗ്രസ്സുകാരെ നന്നായിട്ട് അറിയാം. മലബാറിനെ തിരിച്ചടിക്കണമെങ്കിൽ അവർ BJPയുടെ സപ്പോർട്ട് വേണം. കുടുംബത്തിൽ അനിയൻ BJPയും ചേട്ടൻ കോൺഗ്രസ് ആയിരിക്കും. അടിയുണ്ട് മേടിച്ചെന്ന് അവസാനം അനിയൻ കയറിയിട്ടാണ് തല്ലാൻ പോവുക. ഇതാണ് അവിടുത്തെ രീതി. കോൺഗ്രസ് ഇല്ലാതാകാൻ കാരണം CPM-ന് അക്രമ രാഷ്ട്രീയമാണ്. അവിടെ ഒരു CPM വിരുദ്ധ മുന്നണി എന്ന് CPM വിരുദ്ധ മുന്നണിയാണ്. അതാണ് ഒരു കാരണം. അപ്പം അവിടെ നിങ്ങൾ ആദർശം പറഞ്ഞാൽ തല്ലിന് തല്ല് തന്നെ വരുന്നുള്ളൂ. ആദർശം പറഞ്ഞിട്ട് കാര്യമില്ല. തല്ല സമ്മതിക്കാൻ പറ്റുന്നുണ്ട്, സമ്മതിക്കാം, അല്ലാത്തവരെ എങ്ങനെ സമ്മതിക്കാൻ പറ്റും? അപ്പം അതുകൊണ്ട് സുരേന്ദ്രനെ മാറ്റുക എന്നുള്ള അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. സുരേന്ദ്രനല്ല, സുധാകരൻ സമ്മതിക്കണം. സുധാകരനെ സമ്മതിക്കാതെ സുധാകരനെ മാറ്റാൻ പറ്റില്ല. സുധാകരനെ സമ്മതിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിനും വലിയ താല്പര്യമില്ല തുടരാൻ എന്നൊരു വിഭാഗം കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. പിന്നെ അവരുടെ അഭിപ്രായമായിട്ടേ നമുക്ക് കരുതാൻ പറ്റൂ. സുധാകരൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാറ്റം വരാം. കാരണം ഇപ്പോൾ സുധാകരന് ഒരു നന്നായി ഡെലിവർ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു 50 വയസ്സെങ്കിലും ഉള്ള സമയത്ത് KPCC പ്രസിഡന്റ് ആക്കേണ്ടി. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഈ ഗതി കോൺഗ്രസിന് വരില്ല. അല്ലെ, ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവനവൻ്റെ അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റും. ഇന്ന് കോൺഗ്രസിന് കേരളത്തിൽ അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. ഇവിടെ ആര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞാലും ഭരണകൂടത്തിനെതിരെ സമരങ്ങൾ ഉണ്ടാവും. ഇപ്പം കോൺഗ്രസിനെതിരെയുള്ള സമരങ്ങൾ ഭീകരമായില്ല അടിച്ച മൊത്തം. ഇങ്ങനെ RSSനെതിരെയുള്ള BJPൻ്റെ ഒരു സമരം അടിച്ചാൽ മൊത്തം വിവരമായി. അതായത് BJPയുടെ ഓഫീസുകൾ കേരളത്തിൽ ഇടതുപക്ഷക്കാർ ആക്രമിച്ച സമയത്ത് ഓൾ ഇന്ത്യ തലത്തിൽ അവരുടെ ഓഫീസുകൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ പരിപാടിയില്ല. അതെ. എന്നാൽ ഇതിലും BJPനെ കണ്ട് വലിയ ശക്തിയായിരുന്നല്ലോ കോൺഗ്രസ്. അന്നും കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ട കേരളത്തിന് പുറത്തുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ ഓഫീസ് പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അന്നൊരടി കൊടുത്ത് അന്ന് തീരാവുന്നുള്ളൂ ഈ പ്രശ്നം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് അവന് അന്തസ്സോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണം, സുരക്ഷ വേണം. അത് കൊടുക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരാൾ സുധാകരനാണ്. അപ്പോൾ സൗത്തിലുള്ള ആളുകളൊക്കെ പറയുക അത് കണ്ണൂർ അടക്കപ്പെടണം, ഇവിടെ എന്താ അടിയല്ലേ? അവിടെ വടക്കുള്ള അടിയും തെക്കുള്ള അടിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അടി തന്നെയല്ലേ. അന്തസ്സോടുകൂടി CPM-നെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കുന്നത് മേൽ കമ്മിറ്റിന്നാണ്. അത് തെക്കായാലും വടക്കായാലും ആ തീരുമാനം അനുസരിച്ചില്ലാവും പാർട്ടിയിലില്ല.
അത് തെക്കായാലും വടക്കാൻ അങ്ങനെ തന്നെ. അതെ, തെക്കാണെങ്കിൽ പിന്നെ തല്ല് കഴിഞ്ഞിട്ട് ചേട്ടാ ഒന്നും ഒരു വഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ ആദ്യം ഒന്നും പറഞ്ഞു കൊടുക്കും, ഒരു അടി വരാൻ സാധ്യതയുണ്ട് വാങ്ങിപ്പിക്കും. വടക്കങ്ങനെയല്ല, സഹോദരനാണെങ്കിൽ പോയിരുന്നതല്ല. എനിക്കത് എൻ്റെ വാപ്പ കോൺഗ്രസും വാപ്പാൻ അനിയൻ CPM ആയിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഏതായാലും മീറ്റിംഗ് വീട്ടിൽ നിന്ന് വിളിച്ചാൽ വാപ്പാൻ അനിയൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി. എനിക്കതാണ് അങ്ങനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അപ്പം ബാപ്പാണെങ്കിൽ പഴയ CPM മാനാണ്. പിന്നെ എന്തോ ഒരു മദ്യനിരോധനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചാണ് അപ്പോൾ CPM വിട്ടത്. പിന്നെ അവിടെ കോൺഗ്രസ് ഉണ്ടാക്കുന്ന വാപ്പയാണ്. ഞങ്ങളവിടെ ആദ്യം CPM വന്നത്, കോൺഗ്രസ് പിന്നെ വന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ഏരിയ ആണ് അത്. അപ്പം എന്നിട്ട് പിന്നെ വാപ്പ ഈ പറയുന്നതിനെ മാതിരി ടൈപ്പ് ആളായതുകൊണ്ട് കളി നടക്കില്ലായിരുന്നു. പിന്നെ ഒരു ഇവരെ ഗ്രൂപ്പുകളൊക്കെ ശക്തമായപ്പോൾ വാപ്പ കോൺഗ്രസ് നിർജീവമായി. ഞാൻ പറയുന്നത് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇഷ്ടം ബന്ധങ്ങളുണ്ടായിരുന്നു, സംഘമൊക്കെ നല്ല ബന്ധമായിരുന്നു. പ്രവർത്തനം കോൺഗ്രസിലായിരുന്നു. എൻ്റെയൊക്കെ ഒരു വല്ലതും വിചാരിക്കും എൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ എന്തെങ്കിലും RSSനോടൊന്നും അങ്ങനെ വിരോധം കാണിക്കാതെ ടിപ്പിക്കൽ മുസ്ലിംസിനൊക്കെ. അത് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഇവരൊക്കെ നമ്മളെ വീട്ടിൽ വരുന്ന ഈ ഗോലംകുട്ടി മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ വാപ്പാൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ശ്രീശൻ മാഷ്, എനിക്ക് തോന്നുന്നു സുരേന്ദ്രനോ അറിയാം. സുരേന്ദ്രൻ ഞങ്ങൾ അതിൻ്റെ കുറച്ച് യങ്സ്റ്ററാണ്, വാപ്പാൻ്റെ ജനറേഷനാണ്, താഴെയുള്ള ആളാണ്. അപ്പൻ അറിയാം സുരേന്ദ്രൻ. അപ്പം ഇതിൽ ഈ ശ്രീശനൊക്കെ അപ്പം നന്നായിട്ട് അറിയാം. അപ്പം ബാക്കി ലോക്കൽ സംഘത്തിൻ്റെ നേതാക്കന്മാരുടെ അവസ്ഥ അവൻ അടുത്ത സുഹൃത്ത്. അപ്പം നമ്മൾ കാണുന്ന ആളുകൾ ഇങ്ങനെയൊന്നല്ല, ഒരു സൗഹൃദം വന്ന്. അതെ ഇവരെനിക്ക് തോന്നുന്നു ഈ വിജയദശമിൻ്റെ സമയത്ത് ഇവർക്ക് കൂട്ടുമാത്തുണ്ടല്ലോ അവസ്ഥ. ഈ ഞങ്ങളാണ് അവിടെ കുമ്പല് സ്കൂളുണ്ട്, അവിടെയാണ് ഇവരുടെ കൂട്ടുമാത്ത അവസ്ഥൻ്റെ അത് സമാപിക്കുക. അപ്പോൾ സമാപിച്ചൊരു പ്രധാനപ്പെട്ട ആളുകളൊക്കെ തിരിച്ചു പോകുമ്പോൾ 11 മണിയാവും. 11 മണിയാകുമ്പോൾ ബാപ്പ പുറത്ത് ഒരു കസേര ഇട്ടിട്ട് നാട്ടുകാരെന്തെങ്കിലും നിവേദനമോ ഒക്കെ എഴുതുന്ന, അല്ലെങ്കിൽ അടുത്ത ദിവസം പത്രത്തിന് കൊടുക്കേണ്ട വാർത്ത എഴുതുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരവിടെ വരും, ബാപ്പായിട്ട് സംസാരിക്കും, ഉമ്മ ചായയും കട്ടൻ ചായയും തേങ്ങാപ്പൂളും ഞങ്ങളുടെ നാട്ടിലൊരു രീതിയാണ്. അവിടെ കൊടുക്കുക. അവരതൊക്കെ കഴിച്ചിട്ട് അവർ ചിലപ്പോൾ ഞാൻ അപ്പുറത്ത് നിന്ന് പഠിക്കുന്നുണ്ടോ എന്നോടൊക്കെ സംസാരിച്ചിട്ട് ഒരു പോവുക. ഇതാണ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഉണ്ട്. പക്ഷേ അവിടെ ഫൈനലി ഒരു പാർട്ടി തീരുമാനം വന്ന ഏട്ടനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങോട്ടാണ്. അതാണ് മലബാറിലെ പൊളിറ്റിക്സ്. ഇവിടെ ഇങ്ങനെ ചില സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നതല്ലാതെ ഇവിടെയും ഇടതുപക്ഷത്തിൽ നിൽക്കണമെങ്കിൽ CPM നിൽക്കണമെങ്കിൽ പാർട്ടീൻ്റെ മേൽക്കടാൻ പറയുന്നത് അനുസരിച്ചേ പറ്റും. പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിന് പറ്റിയൊരാൾ സുധാകരനായിരുന്നു. പക്ഷേ സുധാകരൻ ഏജ് ആയിപ്പോയി. മാത്രമല്ല സുധാകരൻ കയറിയപ്പം തന്നെ ഒരു വിഭാഗം, ഇവിടെ ഇപ്പോൾ ആര് കയറി കഴിഞ്ഞ ഒരു വിഭാഗം വെട്ടാനായിരുന്നു. പിന്നെ സുധാകരനായതുകൊണ്ട് പിടിച്ചു. സുധാകരൻ്റെ കൽപ്പം ഈ മോൺസും മാമുങ്കൽ വിഷയം വന്നപ്പോൾ കേരളത്തിൽ ഏതോ നേതാവാണെങ്കിലും മുങ്ങിപ്പോവുകയാണ്. സുധാകരൻ ഒറ്റ ആളായതുകൊണ്ടാണ് വല്ലതും. അതുപോലെ ആ ജിഷ്ണു പ്രണോയ് കൊലക്കേസിൽ ആ നെഹ്റു കോളേജുകാരെ സുധാകരൻ പറഞ്ഞ കാര്യമുണ്ട്, അവരെൻ്റെ ആളുകളാണ്, എന്നെ സഹായിക്കുന്ന ആളുകളാണ്, അവർക്ക് ആവശ്യം വന്നാൽ ഞാൻ നിൽക്കും. അത് സുധാകരൻ ആയതുകൊണ്ട് അതിൻ്റെ നീതി ന്യായമൊന്നും സുധാകരൻ നോക്കിയില്ല. നമ്മളെ കൂടെ നിൽക്കുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യും. രാഷ്ട്രീയത്തിൽ അതില്ലാതെ നിൽക്കാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. ഇപ്പോൾ സുധാകരനെ മാറ്റി പകരം ആര് വരുമെന്നുള്ള, പകരം ആര് വന്നാലും അവർക്ക് ചലിപ്പിക്കാൻ, ഇതിൻ്റെ ഏറ്റവും വലിയ പക്ഷേ താഴെത്തട്ട് ചലിപ്പിക്കാൻ പറ്റത്തില്ല. ആ താഴെത്തട്ട് ചലിപ്പിക്കണമെങ്കിൽ അനുയായികളുടെ വിശ്വാസം നേടിയെടുക്കണം. ആ വിശ്വാസം അവരുടെ ഒപ്പം നിൽക്കണം. അതെ അവരുടെ ഒപ്പം നിൽക്കണം, ആ വിശ്വാസം നേടിയെടുക്കണം. അപ്പം ഈ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുന്ന ആളും അങ്ങനെ ചെയ്യിക്കുക. അല്ലാതെ ഇന്നവക്കാലം വൈറ്റമായിട്ടായിട്ട് വന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ല. അവിടെ നിന്ന് ജനങ്ങളെ കൂടെ നിന്ന് അവരെ മുന്നിൽ നിന്ന് പിന്നെ തല്ലുകൊള്ളാനും തല്ലാനും പറ്റുന്ന ആളായിരിക്കും. എങ്കിലേ നിൽക്കുള്ളൂ, എങ്കിലേ വിശ്വാസം തിരിച്ചു കിട്ടുള്ളൂ. എന്നിട്ട് ഈ പാർട്ടി അധികാരത്തിൽ കഴിയുമ്പോൾ കോൺഗ്രസിന് CPM വരെ ചെയ്യുന്ന പോലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ആദ്യം KSEBയിലൊക്കെ താൽക്കാലിക അടിസ്ഥാന നിയമനം കൊടുക്കുക, പിന്നെ അത് സ്ഥിരമായി കൊടുക്കുക. മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവർക്ക് ചെയ്തോടെ. ഇതിവിടെ തെക്ക് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. തെക്ക് അത്യാവശ്യം കോൺഗ്രസ്സുകാർക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട്, വടക്ക് കിട്ടുന്നില്ല. അതല്ല ഇപ്പം പിന്നെ കോഴിക്കോട് MPക്കെതിരെ ഉണ്ടായ പ്രശ്നം. അവിടെ ഒരു സീറ്റ് വന്നു കഴിഞ്ഞാൽ അതും CPM തന്നെ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിന് ഈ വിശ്വാസം അനുയായികളെ ആർജിക്കാൻ പറ്റുന്ന ആരെങ്കിലും വന്നാലേ രക്ഷപ്പെടും. അതിന് ആരുള്ളത്? യൂത്തിൻ്റെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഷാഫി ഉണ്ട്, ബൽറാം ഉണ്ട്. പക്ഷെ അവരൊക്കെ സുധാകരന് പകരം വെക്കാനുള്ള അത് ഇത്രയേ ഉള്ളൂ. ആ പകരം വെക്കാനാവും. ഈ അടിച്ചാൽ തിരിച്ചടിക്കാൻ പറ്റണം, അതല്ലാതെ പറ്റില്ല. കേരള രാഷ്ട്രീയം നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നല്ല. കേരള രാഷ്ട്രീയത്തിൽ അതിശക്തമായ വയലൻസ് ഉണ്ട്. ഈ വയലൻസ് ആണ് ഇപ്പൊ ഒന്ന് തലതാഴ്ത്തിയിരിക്കണം. RSSകാരും കോംപ്രമൈസ് ആയതുകൊണ്ട് അത് തെറ്റിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ അടി വരും. അതുകൊണ്ടാണ് പതുങ്ങിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ CPM അടിക്കും, RSSനും അടിക്കും. അതിനിടയ്ക്ക് കോൺഗ്രസ്സുകാരെ സമാധാനം പറഞ്ഞത് ഒരു കാര്യമില്ല. മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിറ്റ്ലറിനോടാണ് ഞാൻ സമരം ചെയ്യുന്നതെങ്കിൽ ഞാൻ വയലൻസ് പറയായിരുന്നു. ഇവര് ബ്രിട്ടീഷുകാർ ഒരു മര്യാദക്കാരായതുകൊണ്ട് ഞാനേ പറയാത്തത്. മര്യാദയുടെ ഭാഷ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. ഞാനത് എത്ര കാലം പറഞ്ഞില്ല. ഇപ്പം ആര് വന്നാലും ഇന്നോവ പൊളിറ്റിക്സ് കൊണ്ട് കാര്യമില്ല. മുണ്ട് ആടിക്കുത്തി ഇറങ്ങി ഒരു പ്രവർത്തന പ്രശ്നം വന്നാൽ ഇടപെട്ട് ഒരുത്തൻ മരിച്ചാൽ അവൻ്റെ കുടുംബത്തിന് ജോലി ഉറപ്പ് പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ വിശ്വാസം തിരിച്ചു കിട്ടാൻ പറ്റുള്ളൂ. വിശ്വാസം തിരിച്ചു കിട്ടിയാൽ മാത്രമാണ്
ഈ പാർട്ടിക്ക് നിലനിൽക്കുള്ളൂ. അല്ലാതെ ചാനൽ ചർച്ചയിൽ വന്ന് ഒച്ചട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പേടിയാണ്. നിങ്ങൾ വിചാരിക്കുക കേരളം പ്രഭുത്വമല്ലൊരു ചുക്കുമല്ല. അപ്പോൾ അതൊക്കെ മുമ്പായിരുന്നു. എൻ്റെ വാപ്പാൻ്റെയൊക്കെ തലമുറ. നമ്മളെയൊക്കെ തലമുറ വന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഭേദപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വന്ന ആളുകളാണ്. ഭേദപ്പെട്ട സാഹചര്യത്തിൽ മിനിമം 2 നേരം 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള ചുറ്റുപാടെങ്കിലും ഉണ്ട്. നമ്മൾ അങ്ങനെ വളർത്തിയ പിള്ളേരാണ്, രാഹുൽ ഗാന്ധിനെ പോലെ. അതുകൊണ്ട് നമുക്ക് ബേസിക്കലി പേടിയുണ്ട്. ഈ പേടിയുള്ളതുകൊണ്ട് നമ്മൾ ഈ പേടിയുള്ള ആളുകളുടെ കൂടെയാണ് നിൽക്കാൻ ആഗ്രഹിക്കുക. അതാണ് ഒരു ബേസിക് പ്രോബ്ലം. ഞാൻ എൻ്റെ നിങ്ങളെ കാര്യമല്ല വന്നു, പൊതുവെ ടെൻഡൻസിയാണ്. അധികാരത്തെ വെല്ലുവിളിക്കാൻ പഠിക്കും. അപ്പോൾ ആ സമയത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പം ജനങ്ങൾക്ക് ഒരു ധൈര്യം പറഞ്ഞു, ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഉണ്ടാവുന്ന ഒരു CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതല്ലേ ചെയ്യുന്നത്. അത് എഫക്റ്റ് ചെയ്യില്ല. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും CPM അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷം ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനും ആത്മധൈര്യം ഉയർത്തിപ്പിടിക്കാനുമുള്ള ഒരു സാഹചര്യം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കോൺഗ്രസ് രക്ഷപ്പെടും. അല്ല CPM വിരുദ്ധ വോട്ടുകൊണ്ട് മാത്രമേ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.